നമസ്കാരം. പത്തനംതിട്ട അഴൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. ഡ്രൈവറുടെ കരുതലിൽ 20ഓളം യാത്രക്കാരാണ് വൈദ്യുതാഘാതമേൽക്കാതെ രക്ഷപ്പെട്ടത്. ബസിന് സമീപത്തെല്ലാം വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ് കിടക്കുകയായിരുന്നു. യാത്രക്കാരെ പുറത്തിറക്കാൻ അനുവദിക്കാതെ ഡ്രൈവർ അനീഷ് അപായത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ഇത് പോസ്റ്റിന്റെ സ്റ്റേവർ പൊട്ടി പോസ്റ്റ് ചാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അറിയാതെ കയറി വന്ന് ഇത് കയറി കമ്പി പിടിച്ച് മണ്ടയ്ക്ക് കയറി പിടിച്ച് ഉടക്കി അങ്ങനെ ചാഞ്ഞ് കയറുമായിരുന്നു. അങ്ങനെ സംഭവിച്ചത്. 10-20 പേരുണ്ടായിരുന്നു യാത്രക്കാർ. അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവര് തീയൊക്കെ വലിയായിട്ട് തീ കത്തുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അത് അത്രയും പേരെ രക്ഷിച്ചു. ആരും ഡോറ് പറഞ്ഞാൽ വെളിയിലോട്ട് ഇറക്കിയില്ല. അതുകൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പ്രക്കാനം ഭാഗത്തു നിന്ന് പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന മുരഹര ബസിന് മുകളിലേക്കാണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണത്. ഈ സമയം 20 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ആദ്യമൊന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നീട് മനോധൈര്യം കൈവിടാതെ ഡ്രൈവർ അനീഷ് യാത്രക്കാരോട് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്നും നിർദ്ദേശം നൽകുകയും ചെയ്തു. ബസ്സിന് പുറത്ത് വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടന്നിരുന്നതിനാൽ പുറത്തിറങ്ങിയാൽ യാത്രക്കാർക്ക് വൈദ്യുതിയാഘാതം ഏൽക്കാൻ സാധ്യത ഏറെയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും അഗ്നിസേന എത്തി KSEBയുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയത്. അപകട സാഹചര്യത്തിൽ അനീഷിന്റെയും കണ്ടക്ടറുടെയും മനസാന്നിധ്യമായ ഇടപെടൽ മൂലമാണ് യാത്രക്കാർക്ക് തുണയായത്. വൈദ്യുതി തൂണിൽ സ്റ്റേ വയറുകൾ പൊട്ടി വീണതാണ് തൂണ് പിഴുതു വീഴാൻ കാരണമെന്നാണ് കരുതുന്നത്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.